ഹായ് ഓൾ. സമാന്തര ശ്രേണികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പേജ് നമ്പർ 9 ടെക്സ്റ്റ് ബുക്കിൻ്റെ 9ാമത്തെ പേജിലുള്ള 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 3 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. അപ്പോൾ നേരിട്ടിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 3 അതാണ് നമുക്കിനി ചെയ്യാനുള്ളത്. അതിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 3 പറയുന്നത് എങ്ങനെയാണ്: 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെയും 2 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെയും ശ്രേണി എഴുതുക. അപ്പം നമുക്ക് നേരം ചെയ്ത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ പാർട്ട് ഇങ്ങനെയാണ് പറയുന്നത്: 3 കൊണ്ട് ഹരിച്ചാൽ, നമ്മൾ 3 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യുന്നത്. ആരെയാണ് ഹരിക്കുന്നത്? എണ്ണൽ സംഖ്യകളെയാണ് ഹരിക്കുന്നത്. അപ്പോൾ നമുക്ക് ശിഷ്ടം എത്ര കിട്ടണം? 1 കിട്ടണം. അങ്ങനെയുള്ള ഒരു ശ്രേണി എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നേരിട്ട് ശ്രേണി എഴുതുന്നതിന് മുമ്പേ നമുക്ക് എണ്ണൽ സംഖ്യകൾ എന്താണെന്ന് അറിയാം. അതൊന്ന് ജസ്റ്റ് എഴുതി നോക്കാം. ആരാണ് എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന സംഖ്യകളാണല്ലേ. അപ്പോൾ നമ്മളോട് ചോദിച്ചത് എല്ലാ എണ്ണൽ സംഖ്യകളുടെയും ശ്രേണി എഴുതണ്ട, പകരം 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകൾ എഴുതിയാൽ മതി. അപ്പോൾ ഒന്ന് എഴുതി നോക്കാം. 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്ന എണ്ണൽ സംഖ്യകൾ. അപ്പോൾ നമുക്ക് ഈ കാണുന്ന സംഖ്യകളെ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 ആണോ വരുന്നത് ജസ്റ്റ് നോക്കാം. അത് ചെയ്യേണ്ട എളുപ്പവഴി നമുക്ക് പറയാം. ആദ്യം നമുക്ക് ഇങ്ങനെ നോക്കാം. നോക്കിക്കോ, ആദ്യത്തെ സംഖ്യ 1 ആണ്. 1നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ പറ്റാത്ത സ്ഥിതിക്ക് ഇവിടെ കാണുന്ന ഈ 1 ഇല്ലേ, ഈ 1 എന്തായിരിക്കും? ശിഷ്ടം തന്നെയായിരിക്കും അല്ലേ. അപ്പം 1നെ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര കിട്ടും? 1 തന്നെ കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് 1 എന്ന് പറഞ്ഞ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. ശിഷ്ടം 1 വരുന്ന സംഖ്യ ഞാൻ ജസ്റ്റ് എഴുതി 1. ഇനി 2നെ 3 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കാം. ഹരിക്കാൻ പറ്റുമോ? ഹരിക്കാൻ പറ്റില്ല. 2ൽ 3 പോകില്ല അല്ലേ. അപ്പോൾ അവിടെ വരുന്ന ശിഷ്ടം ആരായിരിക്കും? ആ ശിഷ്ടം എന്ന് പറഞ്ഞാൽ ആ 2 തന്നെയായിരിക്കും. ഇത് നമുക്ക് ആവശ്യമുണ്ടോ? ഇത് നമുക്ക് ആവശ്യമില്ല. ഓക്കെ അല്ലേ. ഇനി 3നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 3നെ നിശേഷം ഹരിക്കാൻ പറ്റും. കറക്റ്റായിട്ട് ഹരിക്കും. അവിടെ ശിഷ്ടം ഉണ്ടോ? ശിഷ്ടമില്ല. അപ്പോൾ ശിഷ്ടം എന്തായിരിക്കും? ശിഷ്ടം 0 ആയിരിക്കും. ആണല്ലോ. ഇനി അടുത്തത് 4 ആണ്. 4നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും. 4നെ 3 കൊണ്ട് ഹരിച്ചാൽ ഒരു വട്ടം കറക്റ്റായിട്ട് പോകില്ലേ. ബാക്കി 3 വരെയാണ് പോവുക. ബാക്കി ശിഷ്ടം ആരുണ്ടാവും? 1 ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആരും വേണം? 4 ഇനിയും വേണം. അപ്പോൾ അടുത്ത സംഖ്യ ആരെ വരിക? 4 ആണ്. ഇങ്ങനെ ഓരോ എണ്ണൽ സംഖ്യയും നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നോക്കി പോവാം. അങ്ങനെ നോക്കിയിട്ട് ശിഷ്ടം 1 വരുന്ന ആളെ പിക്ക് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ അതിനേക്കാൾ എളുപ്പവഴി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ആദ്യത്തെ ആളെ മാത്രം അങ്ങോട്ട് എടുക്കുക. ആദ്യത്തെ ആളെ മാത്രം നമ്മൾ കണ്ടുപിടിക്കുക. അതാരാണ്? 1 അല്ലേ. പിന്നെ നമുക്ക് ശിഷ്ടം 1 വരുന്നത് കിട്ടണമെങ്കിൽ നമ്മൾ ആരെ കൊണ്ടാണോ ഹരിച്ചത്, ആരെ കൊണ്ടാണ് ഹരിച്ചത്? ഇവിടെ 3 കൊണ്ടാണ്. ആ 3 ഇങ്ങോട്ട് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ 1 + 3 ചെയ്തപ്പോഴാണ് ആരെ കിട്ടിയത്? 4 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ അടുത്ത സംഖ്യ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഒരു 3 കൂടെ കൂട്ടി കൊടുക്കേണ്ടി വരും. 4നോട് 3 കൂട്ടിയാൽ എത്രയാണ്? 7 ആണ്. ഇനി അടുത്ത സംഖ്യ കിട്ടണമെങ്കിലോ 7നോട് ഒരു 3 കൂട്ടി കൊടുക്കുക. 7നോട് 3 കൂട്ടിയാൽ എത്രയാണ്? 10 ആണ്. വീണ്ടും അടുത്തത് കിട്ടാൻ 10നോട് 3 കൂട്ടുക. 10നോട് 3 കൂട്ടിയാൽ എത്രയാണ്? 13 ആണ്. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ശ്രേണിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ പാർട്ടിനുള്ള ആൻസറായി. ഇനി ശിഷ്ടം 2 വരുന്നത്. ശിഷ്ടം 2 വരുന്നത് നമ്മൾ ആദ്യത്തെ സംഖ്യ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. ആരാണ്? 1നെ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്രയായിരിക്കും? 1 ആയിരിക്കും. പിന്നെ നമുക്കുള്ളത് 2 ആണ്. 2നെ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്രയാണ്? 2 ആണ്. അപ്പോൾ നമ്മൾ 2 ആണ് ആദ്യത്തെ സംഖ്യ. ഇനി അടുത്ത സംഖ്യ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ ആരെക്കൊണ്ടാണോ ഹരിച്ചത്, ആരെ കൊണ്ടാണ് ഹരിച്ചത്? 3 കൊണ്ടല്ലേ. ആ 3 കൂട്ടി കൊടുത്താൽ മതി. 2ഉം 3ഉം കൂട്ടുക. 2ഉം 3ഉം കൂട്ടി എത്ര കിട്ടും? 5 കിട്ടും. വീണ്ടും 5നോട് എത്ര കൂട്ടുക? അതേ 3 കൂട്ടുക. 5നോട് 3 കൂട്ടിയാൽ 8 കിട്ടും. വീണ്ടും 8നോട് നമ്മൾ എന്ത് കൂട്ടും? 3 കൂട്ടും. 8നോട് 3 കൂട്ടിയാൽ എത്ര കിട്ടും? 11 കിട്ടും. വീണ്ടും 11നോട് 3 കൂട്ടിയാൽ 14 കിട്ടും. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പോൾ ഇത് എന്ത് ശ്രേണിയാണ്? 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 വരുന്ന എണ്ണൽ സംഖ്യ അല്ലേ. നമുക്ക് മേലുള്ള ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് കോപ്പി ചെയ്ത് ശിഷ്ടം 2 വരുന്ന എണ്ണൽ സംഖ്യകൾ. ഇപ്പോൾ 1 വരുന്ന എണ്ണൽ സംഖ്യകൾ നമ്മൾ എഴുതി. ആ ശ്രേണിയാണ് 1, 4, 7, 10, 13 എന്ന് പറഞ്ഞു പോകുന്നത്. 2 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളാണ് 2, 5, 8, 11 അങ്ങനെ പറഞ്ഞു പോകുന്ന ശ്രേണി. അപ്പോൾ ഇത്രയും എഴുതി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. അടുത്തതായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്?
ഒന്നിലോ ആറിലോ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകൾ വലുപ്പക്രമത്തിൽ എഴുതുക. ഈ ശ്രേണിയെ മറ്റു 2 തരത്തിൽ വിവരിക്കുക. അപ്പോൾ നമ്മളോട് എഴുതാൻ പറഞ്ഞ ശ്രേണി ഏതാ നോക്കുക. ഒന്നിലോ ആറിലോ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളാണ്. എണ്ണൽ സംഖ്യകൾ നമുക്കറിയാം ആരൊക്കെയാണ്. 1, 2, 3, 4, 5, 6 അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ 6 മാത്രം എടുത്താൽ മതി. ഒന്നെങ്കിൽ 1-ൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യ, അതല്ലെങ്കിലോ 6-ൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യ. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ശ്രേണിയെ തന്നെ പല രീതിയിൽ നമുക്ക് വിവരിക്കാൻ പറ്റുമെന്ന്. അപ്പം ഈ ഒരു ശ്രേണിയെ 1-ലോ 6-ലോ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണിയെ നമ്മൾ എന്ത് ചെയ്യണം, വേറെ 2 രീതിയിൽ നമ്മൾ വിവരിച്ചു കൊടുക്കണം. എളുപ്പമാണ്, നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അത് നോക്കിക്കോ. എണ്ണൽ സംഖ്യകളിൽ 1-ൽ അവസാനിക്കുന്നത് ആദ്യം 1 തന്നെ ഉണ്ട് അല്ലേ. പിന്നെ 2 ഇല്ല, 3 ഇല്ല, 4 ഇല്ല, 5 ഇല്ല, പിന്നെ ആരാ വരുന്നത്, 6 ആണുള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ 11 ആണ് വരിക. പിന്നെ വരിക 16 ആണ്. ശ്രദ്ധിക്കണം, ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താ, ഇവിടെ 1-ൽ അവസാനിച്ചു, 6-ൽ അവസാനിച്ചു, ഇവിടെയും അവസാനിച്ചത് 1-ൽ, അവസാനിച്ചത് എന്തിലാണ്, 6-ൽ. പിന്നെ അങ്ങനെ എഴുതി പോകുമ്പം 21, 26, 31, 36 അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. അപ്പോൾ ശ്രേണി എഴുതി, എളുപ്പമാണ്. ഇനി ഇവരെ 2 രീതിയിലും കൂടെ വിവരിക്കണം. അപ്പോൾ ഈ ശ്രേണിക്ക് മറ്റെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നോക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ തന്നെ കാണുന്ന ആദ്യത്തെ പ്രത്യേകത നോക്കിക്കോ. നമ്മൾ 1-ലാണ് തുടങ്ങിയത്. 1-ൽ തുടങ്ങി. 1 തുടങ്ങിക്കഴിഞ്ഞിട്ട് 6-ലേക്കുള്ള ഗ്യാപ്പ് എത്രയാണ്, 5 ആണല്ലേ. 1-നോട് 5 കൂട്ടിയപ്പോഴാണ് 6 കിട്ടിയത്. വീണ്ടും 6-നോട് 5 കൂട്ടിയപ്പോഴാണ് 6 കിട്ടിയത്, 11 കിട്ടിയത്. 11-നോട് 5 കൂട്ടിയപ്പോഴാണ് 6 കിട്ടിയത്, 16 കിട്ടിയത്. 16-നോട് 5 കൂട്ടിയപ്പോഴാണ് എന്തിനെ കിട്ടിയത്, 21 കിട്ടിയത്. വീണ്ടും 5 കൂട്ടിയിട്ടാണ് അടുത്ത പദത്തിനെ നമുക്ക് കിട്ടിയത്, 5 കൂട്ടിയിട്ട്. വീണ്ടും 5 തന്നെയാണ് കൂട്ടിയത്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ 1-ൽ തുടങ്ങി 5 കൂടി വരുന്ന ശ്രേണി എന്നും കൂടെ ഇതിനെ വേണമെങ്കിൽ പറഞ്ഞോടെ. അപ്പോൾ അതാണ് ആദ്യത്തെ രീതിയിൽ നമ്മൾ വിവരിക്കാൻ പോകുന്നത്. 1-ൽ തുടങ്ങി 5 കൂടി വരുന്ന ശ്രേണി. അപ്പം ഇതാണ് ആദ്യത്തെ രീതിയിൽ നമുക്കിതിനെ വിവരിക്കാൻ പറ്റും. ഇനി മറ്റേതെങ്കിലും രീതിയിൽ വിവരിക്കാൻ പറ്റുമോ നോക്കി നോക്കാം. നിങ്ങൾ ഇതിലുള്ള ഓരോ പദത്തിനെയും എടുത്ത് 5 കൊണ്ടൊന്ന് ഹരിച്ച് നോക്ക്. നമുക്കൊന്ന് ചെയ്ത് തന്നെ നോക്കാം. എഴുതേണ്ട ആവശ്യമില്ല, എന്നാലും ജസ്റ്റ് കാര്യം മനസ്സിലാകാൻ വേണ്ടി മാത്രം നമ്മളൊന്ന് എഴുതാൻ പോവുകയാണ്. ആദ്യത്തെ പദം 1 ആണ്. ഈ 1-നെ നമ്മൾ 5 കൊണ്ട് ഹരിച്ചു നോക്കി. 1-നെ 5 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ, ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ ഹരിക്കാൻ പറ്റാഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ശിഷ്ടം ആരാ ഉണ്ടാവുക, ഈ കാണുന്ന 1 എന്തായിരിക്കും, ശിഷ്ടമായിരിക്കും. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. അപ്പോൾ അവിടെ കിട്ടുന്ന ശിഷ്ടം എത്രയാണ്, 1 ആണ്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇനി തൊട്ടടുത്ത പദമായ 6. 6-നെ ഞാൻ 5-നെ കൊണ്ട് ഹരിച്ചു നോക്കി. 6-നെ 5-നെ കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് അറിയാം 6-ൽ 5 ഒരു തവണ പോവും. ആ ഒരു തവണ പോവാന്ന് പറഞ്ഞാൽ ഏത് വരെയാണ് പോവുക, 5 വരെയാണ് പോവുക. ബാക്കി അവിടെ ആരുണ്ടാവും, ബാക്കി ശിഷ്ടമായിട്ട് ഒരു 1 ഉണ്ടാവും. ഇനി എടുത്തോ 11. അടുത്ത പദം 11-നെ 5 കൊണ്ട് ഹരിച്ചു. 11-നെ 5 കൊണ്ട് ഹരിച്ചാലും നമുക്ക് 2 തവണ കൃത്യമായിട്ട് പോവും, 5-ലെ 10 വരെ. ബാക്കി ശിഷ്ടം ആരുണ്ടാവും, ശിഷ്ടം 1. ഇനി റാൻഡായിട്ട് വേറെ ഏതെങ്കിലും എടുത്തോ, ഒരു 31 എടുത്തോ. 31-നെ 5 കൊണ്ട് ഹരിച്ചു. 31-നെ എടുക്കാനുള്ള കാരണം എന്താ, മേലെ പദമായതുകൊണ്ടാട്ടോ. 31-നെ 5 കൊണ്ട് ഹരിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 30 വരെ 6 വട്ടം 5 പോവും അല്ലേ. 5 കൊണ്ട് 6 വട്ടം, 5 ഗുണം 6 ആണ് 30. അപ്പം 6 വട്ടം കൃത്യമായിട്ട് പോവും. ബാക്കി ശിഷ്ടം എത്ര ഉണ്ടാവും, ബാക്കി ശിഷ്ടം 1 ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതിലുള്ള ഏത് പദത്തിനെ നമ്മൾ ആരെ കൊണ്ട് ഹരിച്ചാലും 5-നെ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ശിഷ്ടം എന്തായിരിക്കും, 1 ആയിരിക്കും. 5-നെ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ശ്രേണിനെ എങ്ങനെ പറയാം, 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 കിട്ടുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. അപ്പോൾ അതാണ് അടുത്ത രീതിയിൽ നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. നോക്കിക്കോ. 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 കിട്ടുന്ന എണ്ണൽ സംഖ്യകൾ. അഞ്ച് കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 കിട്ടുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 2 രീതിയിൽ വിവരിക്കാനാണ്. ഇവിടെ ഒരു രീതിയിലും നമ്മൾ വിവരിച്ചു, ഇവിടെ മേലെ മറ്റൊരു രീതിയിലും വിവരിച്ചു. അപ്പം എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും.
ഇത് ലോജിക്കലി ഐഡൻറ്റിഫൈ ചെയ്യാമെന്നാണ് നിങ്ങളെ പണി. ഓക്കെ, ഇനി തൊട്ടടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 5. ക്വസ്റ്റ്യൻ പറയുന്നത് എങ്ങനെയാണ്, ഈ ചിത്രങ്ങൾ നോക്കൂ. എന്നിട്ട് താഴെ 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ത്രികോണങ്ങളുടെ ഒരു പാറ്റേൺ ആണ് തന്നതല്ലേ. ഇനി നമുക്ക് ലൈൻ ബൈ ലൈനായിട്ട് വായിച്ചു നോക്കാം. ഒരു സമഭുജ ത്രികോണത്തിൽ നിന്ന് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന ചെറിയ ത്രികോണം വെട്ടി മാറ്റിയതാണ് ആദ്യ ചിത്രം. അപ്പോൾ അവർ പറയുന്ന ആദ്യ ചിത്രം എന്താണെന്നാണ് പറയുന്നത്. ഒന്നുകൂടെ വായിച്ചു നോക്കാം. നോക്കിക്കോ, ഒരു സമഭുജ ത്രികോണം. ആദ്യ ചിത്രത്തിലേക്ക് നോക്കിയാൽ ഈ കാണുന്നത് എന്ത് ത്രികോണമാണ്? ഒരു സമഭുജ ത്രികോണമാണ്. അതിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന ചെറിയ ത്രികോണം. നോക്കിക്കോ, ഈ വശത്തിൻ്റെ മധ്യബിന്ദുവാണിത്. ഈ വശത്തിൻ്റെ മധ്യബിന്ദുവാണ് ഈ കാണുന്നത്. ഇതിൻ്റെ മധ്യബിന്ദുവാണ് ഇവൻ. ഈ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചപ്പം ഒരു ചെറിയ ത്രികോണം കിട്ടും. ഒന്നല്ല, നമുക്ക് ശരിക്കും 4 എണ്ണം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെയുള്ള ഇതിനെയാണ് അവർ ഒന്നെന്ന് ഉദ്ദേശിക്കുന്നത്, ഈ കാണുന്ന ആൾ. ഓക്കെ അല്ലേ? ഇവൻ എന്ത് ചെയ്തിട്ടുണ്ട്? വെട്ടി മാറ്റിയിട്ടുണ്ട്, വെട്ടി ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു പേപ്പർ ആണെങ്കിൽ അതൊന്ന് വെട്ടി ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി നോക്കാം. ഇതിലെ 3 ത്രികോണങ്ങളിൽ നിന്നും ഇതുപോലെ നടുവിലെ ത്രികോണം വെട്ടി മാറ്റിയതാണ് രണ്ടാമത്തെ ചിത്രം. അപ്പോൾ രണ്ടാമത്തെ ചിത്രം എന്താണെന്ന് പറയുന്നത്, ഈ ഒന്നാമത്തെ ചിത്രം അതേപോലെ ഇങ്ങോട്ട് എടുത്തു വെച്ചു. ഒന്നാമത്തെ ചിത്രം അതേപോലെ എടുത്തു വെച്ചു, നടുക്കുന്ന ഒരാൾ വെട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത അവർ ചെയ്തത്, ഇവിടെ ഒരു ചുവപ്പ് ത്രികോണമുണ്ട്, ഇവിടെ എങ്ങനെയുണ്ട്, അങ്ങനെ 3 ചുവപ്പ് ത്രികോണമല്ലേ. ഈ 3 ചുവപ്പ് ത്രികോണങ്ങളിലും ഇവർ ചെയ്ത പോലെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് നടുക്കുന്നൊരു കഷ്ണം ഒഴിവാക്കി. ഇവിടെയും അതേപോലെ ഒഴിവാക്കി. ഇവിടെ എന്ത് ചെയ്തു? അതേപോലെ ഒഴിവാക്കി. അതാണ് രണ്ടാമത്തെ ചിത്രം. ഓക്കെ, ഇനി ഈ ക്രിയ ഒരിക്കൽ കൂടി ചെയ്തതാണ് മൂന്നാമത്തെ ചിത്രം. എന്ന് വെച്ചാൽ ഇപ്പോൾ ചെയ്ത പരിപാടിയൊക്കെ അടുത്ത ചിത്രത്തിൽ ആദ്യത്തെ അതേ ത്രികോണം ഇവിടെ ഉണ്ട്. ഓക്കെ, അവിടെ നിന്നോട്ടെ. നടുക്കുന്ന് വെട്ടി മാറ്റി, ഇവിടെ ഉള്ള ചെറിയ ത്രികോണത്തിന് നടുക്കുന്ന് വെട്ടി മാറ്റി, പിന്നെ കിട്ടിയ ഈ ഒരു ചെറിയ കഷ്ണം ഉണ്ടല്ലോ ചോപ്പ്, ആ ചോപ്പിൻ്റെ നടുക്കുന്നും ഒരു ത്രികോണം വെട്ടി മാറ്റി. അങ്ങനെ മൊത്തമായിട്ട് ഇതുപോലുള്ള എല്ലാ ചോപ്പുകളുടെ നടുക്കുന്നും എന്ത് ചെയ്തു? ഓരോ ത്രികോണങ്ങൾ വെട്ടി മാറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് മൂന്നാമത്തെ ചിത്രം കിട്ടിയത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓരോ ചിത്രത്തിലും എത്ര ചുവന്ന ത്രികോണങ്ങളുണ്ട്, ഓരോ ചിത്രത്തിലും എത്ര ചുവന്ന ത്രികോണങ്ങളുണ്ടെന്ന് നമ്മൾ എണ്ണി നോക്കണം. അപ്പോൾ അത് ചെയ്ത് നോക്കാം. നോക്കിക്കോ, ആദ്യത്തെ ചിത്രത്തിൽ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും 1, 2, 3 ചുവന്ന ത്രികോണങ്ങളുണ്ട്. അപ്പോൾ അവിടെ 3 തൽക്കാലം ഞാനിവിടെ എഴുതി വെക്കുന്നുണ്ട്, 3. ഇനി രണ്ടാമത്തെ ചിത്രത്തിലേക്ക് നോക്കാം. രണ്ടാമത്തെ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന ഈ ഒരു ചെറിയൊരു ത്രികോണമല്ലേ, ചുവന്ന ത്രികോണം, അതേ ചുവന്ന ത്രികോണം തന്നെയാണ് ഇവിടെയും കാണുന്നത് അല്ലേ. ആ ചുവന്ന ത്രികോണത്തിന് എത്ര ചോപ്പാക്കി പിന്നി മാറ്റിയിട്ടുണ്ട്? ആ ചുവന്നതിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു 3 കൂടെ ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ചുവന്നതിൻ്റെ ഉള്ളിൽ അവിടെ ഒരു 3 ഉണ്ടാവും. 3 ചുവന്ന ത്രികോണം കൂടെ ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ എത്ര ഉണ്ട്? ഒരു 3 ഉണ്ട്. ദാ ഇവിടേക്ക് നോക്കിയാൽ മതി, 1, 2, 3. ഇനി മേലത്തേൻ്റെ ഉള്ളിലും എത്ര ഉണ്ടാവും? ഒരു 3 ഉണ്ടാവും. അപ്പോൾ 3 കൂടെ കൂട്ടി എത്രയായി? 9 ത്രികോണങ്ങൾ. അപ്പോൾ രണ്ടാമത്തെ ചിത്രത്തിൽ 9 ചുവന്ന ത്രികോണങ്ങളാണുള്ളത്. ഓക്കെ, ഇനി അടുത്ത ചിത്രത്തിലേക്ക് പോകും. അടുത്ത ചിത്രത്തിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ 9 ചുവന്ന ത്രികോണങ്ങൾ, ചെറിയ ത്രികോണങ്ങളുണ്ടെന്ന് നമുക്ക് കിട്ടി അല്ലേ. ഇനി ഈ കാണുന്ന ചുവന്ന ത്രികോണത്തിനെ ഇവിടെ എത്ര പീസാക്കിയിട്ടുണ്ട്? 1, 2, 3, 4 എണ്ണം ആക്കിയിട്ടുണ്ട്. ആ 4 എണ്ണത്തിൽ 1, 2, 3 സൂം ചെയ്ത് കാണിച്ചാൽ ഈ കാണുന്നതിൻ്റെ ഉള്ളിൽ 1, 2, 3 ചുവന്ന ത്രികോണങ്ങളും കൂടെ ഉണ്ട് അല്ലേ. അപ്പം ഇവിടെ 9 ത്രികോണങ്ങളുണ്ടെങ്കിൽ ആ ഓരോ 9 എണ്ണത്തിനും 3 കഷ്ണാക്കിയിട്ടും 9 എണ്ണത്തിൻ്റെ ഉള്ളിൽ 3 ചുവന്ന ത്രികോണങ്ങളും കൂടെ ഉണ്ട് അല്ലേ. അപ്പോൾ എത്ര എണ്ണം ടോട്ടൽ? 9 × 3 ഉണ്ടാവും. 9 × 3 എത്രയാണ്? 27. നമുക്ക് പെട്ടെന്ന് അങ്ങനെ ആലോചിച്ചാൽ കിട്ടും. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് എണ്ണി നോക്കണമെങ്കിൽ അങ്ങനെ എണ്ണി നോക്കാം. വേണമെങ്കിൽ നോക്കിക്കോ, ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പോൾ ഈ ഒരു കഷ്ണത്തിൻ്റെ ഉള്ളിൽ 9 എണ്ണം. ഈ കഷ്ണത്തിൻ്റെ ഉള്ളിൽ എത്ര ഉണ്ടാവും? 9 എണ്ണം ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ എത്ര എണ്ണം ഉണ്ടാവും? 9 എണ്ണം ഉണ്ടാവും. അപ്പോൾ 9 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 27 കിട്ടും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൽ നമ്മളോട് ചുവന്ന ത്രികോണങ്ങളുടെ എണ്ണങ്ങളാണ് ചോദിച്ചത്. 3, 9, 27. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഈ പാറ്റേൺ ഇങ്ങനെ തുറന്നുകൊണ്ട് പോവുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്തിട്ട് ഇങ്ങനെ പോകും. ചുവന്ന ത്രികോണങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ എഴുതിയില്ല, നേരിട്ടിട്ട് സബ് ക്വസ്റ്റ്യൻ ഇട്ടിട്ട് എഴുതിയിട്ടുള്ളൂ. ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. നോക്കാം, 2.
ഒന്നും വെട്ടിമാറ്റാത്ത മുഴുവൻ ത്രികോണത്തിൻ്റെ പരപ്പളവ് 1 എന്നെടുത്താൽ, എന്ന് വെച്ചാൽ ഈ കാണുന്ന ചിത്രത്തിൽ നമ്മൾ ആദ്യം എടുത്ത മുഴുവൻ ത്രികോണമല്ലേ, ഈ ത്രികോണത്തിൻ്റെ പരപ്പളവിനെ അവർ 1 എന്ന് വിളിക്കാനാണ് പറഞ്ഞത്. എത്രയാണ്? 1. യൂണിറ്റ് ഒന്നും പറയുന്നില്ല, ഒരു യൂണിറ്റ് എന്ന് വിളിച്ചു. ഇനി ഓരോ ചിത്രത്തിലെയും ഒരു ചെറിയ ത്രികോണത്തിൻ്റെ പരപ്പളവ് കണക്കാക്കുക. അങ്ങനെ മുഴുവൻ ത്രികോണത്തിൻ്റെ പരപ്പളവ് 1 ആയി കഴിഞ്ഞാൽ ഓരോ ത്രികോണത്തിലും ഒരു ചെറിയ ത്രികോണത്തിൻ്റെ പരപ്പളവ് എത്രയാണെന്നാണ് ചോദിച്ചത്. നോക്കാം, നമുക്ക് താഴെ ചിത്രമുണ്ട്. നോക്കിയേ, ഇവിടെ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യം നമ്മൾ ഓർക്കണം. ഈ കാണുന്ന ത്രികോണത്തിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചിട്ടല്ലേ ഈ ഒരു ത്രികോണം വരച്ചത്. നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന ത്രികോണങ്ങൾ 1, 2, 3, 4, ഈ 4 ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളായിരിക്കുന്നു പഠിച്ചിട്ടുണ്ട് 9ാം ക്ലാസ്സിൽ. അങ്ങനെ തുല്യ ത്രികോണങ്ങളായി കഴിഞ്ഞാൽ ഈ 4 ത്രികോണങ്ങളുടെയും 1, 2, 3, 4 ഈ 4 ത്രികോണങ്ങളുടെയും പരപ്പളവുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ ഈ കാണുന്ന മൊത്തം ത്രികോണത്തിനെ 4 തുല്യ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഭാഗിച്ചത് അല്ലേ. മൊത്തം ത്രികോണത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? 1 ആണ്. മൊത്തം ത്രികോണത്തിൻ്റെ പരപ്പളവ് 1 ആയാൽ ആ 1നെ 4 കഷ്ണങ്ങളാക്കിയാൽ ഒരു കഷ്ണമാണ് ഇവൻ. അതേ പരപ്പളവുള്ള കഷ്ണങ്ങളാണ് ഈ കാണുന്ന ആളുകളൊക്കെ അല്ലേ. അപ്പോൾ ഒരു കഷ്ണത്തിൻ്റെ പരപ്പളവ് എത്രയായിരിക്കും? 1/4 അഥവാ 1/4 ആയിരിക്കും. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാനിവിടെ എഴുതുകയാണ്. 1/4 ആദ്യത്തെ ചിത്രത്തിൽ ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ്, ഒരു ചെറിയ ത്രികോണത്തിൻ്റെ പരപ്പളവ്. ഇനി നോക്കിക്കോ രണ്ടാമത്തെ ചിത്രത്തിലേക്ക്. ഈ കാണുന്ന കഷ്ണത്തിൻ്റെ പരപ്പളവ് നമുക്കറിയാം 1/4 മൊത്തം പരപ്പളവ് 1 ആണെന്ന് കിട്ടി. മൊത്തം ത്രികോണത്തിൻ്റെ പരപ്പളവ് 1 ആണ്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കാണുന്ന ചെറിയ കഷ്ണത്തിൻ്റെ പരപ്പളവ് അപ്പോൾ എത്ര കിട്ടി? 1/4 കിട്ടി. ഇനി അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന കഷ്ണത്തിൻ്റെയും 1/4 ആണല്ലോ, കാരണം ഈ രണ്ടാൾക്കാരും എന്ത് തന്നെയാണ്? ഒരേ ആളുകൾ തന്നെയല്ലേ, തുല്യമാണ്. അപ്പോൾ അവൻ്റെ പരപ്പളവ് 1/4 ഞാൻ തൽക്കാലം ഇവിടെ ഒന്ന് എഴുതി വെക്കണ്ടേ. ഇനി നോക്കിക്കോ, ഈ ചിത്രത്തിലേക്ക് ഇവനെ മാത്രം സൂക്ഷിച്ച് നോക്കുക. ഇവൻ്റെ മധ്യബിന്ദുക്കളും യോജിപ്പിച്ചിട്ടല്ലേ ഇങ്ങനെ ത്രികോണം വരച്ചത്. അപ്പം ഈ കാണുന്ന ഒരു കഷ്ണത്തിൽ മാത്രം എത്ര തുല്യ ഭാഗങ്ങളാക്കിയിട്ടുണ്ട്? 1, 2, 3, 4 തുല്യ ഭാഗങ്ങൾ. അപ്പോൾ ഈ 1/4 ഇവൻ്റെ മൊത്തം പരപ്പളവ് 1/4 ആണ്. അതിന് 4 തുല്യ ഭാഗങ്ങളാക്കിയാൽ ഒരു കഷ്ണം എത്രയായിരിക്കും? 1/4 ഹരിക്കണം 4. അപ്പോൾ നോക്കാം, 1/4 ഹരിക്കണം 4, അതാണ് അതിൻ്റെ ഉത്തരം. ഇനി 1/4നെ 4 കൊണ്ട് ഹരിച്ചാൽ എന്താ കിട്ടുക? അതിങ്ങനെയാണ് എഴുതുക. 1/4 നമ്മൾ ഈ ഹരിക്കൽ മാറ്റിയിട്ട് ഗുണിക്കണം എന്നിട്ട് കൊടുക്കും. എന്നിട്ട് ഈ കാണുന്ന 4ൻ്റെ വിൽക്രമം എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ 1/4 എന്നാക്കിയിട്ട് എഴുതും. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മേലുള്ള ആളുകളെ ഗുണിക്കുക. 1 × 1 അത് 1 തന്നെയാണ് കിട്ടുക. അതുപോലെ തന്നെ 4 × 4 4 × 4 എത്രയാണ്? 16. അപ്പോൾ അവിടെ കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? 1/16 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ചിത്രത്തിലെ ചെറിയ ത്രികോണത്തിൻ്റെ പരപ്പളവാണ് 1/4. രണ്ടാമത്തെ ചിത്രത്തിലോ 1/16. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് എഴുതിയേക്കാം. ഞാൻ സബ് ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് ഇങ്ങോട്ട് ഇടുന്നുണ്ട്. ആദ്യ ചിത്രത്തിലെ ചെറിയ ത്രികോണത്തിൻ്റെ പരപ്പളവ് സമം 1/4. ഇനി രണ്ടാം ചിത്രത്തിലെ ചെറിയ ത്രികോണത്തിൻ്റെ പരപ്പളവ് 1/16. ഇവനെ നമുക്ക് ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല, സെയിം സാധനം തന്നെയല്ലേ. ഇനി മൂന്നാമത്തെ ചിത്രത്തിലേക്ക് നോക്കിക്കോ. മൂന്നാമത്തെ ചിത്രത്തിൽ നമുക്കിപ്പോൾ ഓൾറെഡി അറിയാം, ഈ കാണുന്ന ചെറിയ കഷ്ണം അല്ലെങ്കിൽ ഇവൻ എല്ലാവരും ഒരേ ആൾക്കാർ തന്നെയല്ലേ. അവൻ്റെ പരപ്പളവ് നമുക്ക് കിട്ടിയത് 1/16 ആണല്ലോ. ആ ചെറിയ കഷ്ണത്തിനെ എന്ന് വെച്ചാൽ
ഈ കാണുന്ന ചെറിയ കഷ്ണത്തിനെ ഇവിടെ എത്ര തുല്യ ഭാഗങ്ങളാക്കിയിട്ടുണ്ട്? വീണ്ടും 1, 2, 3, 4. അപ്പോൾ നോക്കിക്കേ, ഇവിടെയുള്ള ഒരു ചെറിയ കഷ്ണം, ഈ ചെറിയ കഷ്ണം എത്രയായിരിക്കും? ഈ 1/16നെ 4 തുല്യ ഭാഗങ്ങൾ, അപ്പോൾ 1/16 ഹരിക്കണം 4 ആയിരിക്കും. അതൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ഒന്ന് ബൈ 16 ഹരിക്കണം 4 എങ്ങനെയാണ് ചെയ്യാം? 1/16 ഹരിക്കണം മാറ്റി ഗുണിക്കലാക്കും, 4നെ വ്യുൽക്രമം എടുത്തിട്ട് 1/4 എന്നാക്കും. 1 ഗുണം 1 നമുക്കറിയാം 1 തന്നെയാണ്. 16 ഗുണം 4 ചെയ്തു നോക്കിയാൽ 64 എന്ന് കിട്ടും. അപ്പം മൂന്നാമത്തെ ചിത്രത്തിൽ ഒരു ചെറിയ ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ 1/64 ആയിരിക്കും. ഇതിനെ നൽകലൊന്ന് ചെറുതാക്കിയേക്കാം. മൂന്നാം ചിത്രത്തിലെ ചെറിയ ത്രികോണത്തിൻ്റെ പരപ്പളവ് 1/64. അപ്പോൾ ആദ്യത്തേൽ 1/4, പിന്നെ 1/16, പിന്നെ 1/64. ഓക്കെ, ഇനി അടുത്ത സബ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നോക്കിക്കോ, ഓരോ ചിത്രത്തിലെയും ചുവന്ന ത്രികോണങ്ങളുടെ ആകെ പരപ്പളവ് എത്രയാണ്? ഓരോ ചിത്രത്തിലെയും ചുവന്ന ത്രികോണങ്ങളുടെ ആകെ പരപ്പളവ്. ഞാൻ ജസ്റ്റ് കോമട്ട് എഴുതുന്നേ ഉള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നില്ല. നോക്കിക്കോ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആദ്യ ചിത്രം എന്ന് കൊടുക്കുന്നുണ്ട്, രണ്ടാം ചിത്രം, മൂന്നാം ചിത്രം, എല്ലാത്തിലും ചുവന്ന ത്രികോണങ്ങളുടെ ആകെ പരപ്പളവാണ്. അത് ഞാൻ തൽക്കാലം ഇവിടെ എഴുതുന്നില്ല, ജസ്റ്റ് മനസ്സിലാക്കാം. ഇനി ആദ്യത്തെ ചിത്രത്തിലേക്ക് പോവാം. നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? 1/4 അല്ലേ? അങ്ങനത്തെ എത്ര എണ്ണം ഉണ്ടോ? 3 എണ്ണം ഉണ്ട് അല്ലേ? എണ്ണം ഇവിടെ മേലുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ശ്രേണിയിൽ നോക്കിയാൽ മതി. അപ്പോൾ 1/4ൻ്റെ 3 എണ്ണം എന്ന് വെച്ചാൽ 1/4 ഗുണം 3 എത്ര കിട്ടും? 3/4 എന്നാണ് കിട്ടുക. അത് ഇവിടെ നേരെ ഒന്ന് എഴുതിയാൽ മതി, 3/4. ഇനി രണ്ടാമത്തെ ചിത്രത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചിത്രത്തിൽ ഒരു കഷ്ണം, ഒരു ചുവന്ന പീസ് എന്ന് പറഞ്ഞാൽ 1/16 ആണ്. അങ്ങനത്തെ എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണം ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ 1/16 ഗുണം 9 എങ്ങനെ ഗുണിക്കുക? മേലുള്ള ആളുകളെ നേരെ ഗുണിക്കുക. 1 ഗുണം 9 എത്ര കിട്ടും? 9. താഴെ 16 തന്നെയാണ് വരിക, 9/16. അപ്പം രണ്ടാമത്തെ ചിത്രത്തിൽ 9/16 ആണ്. യൂണിറ്റ് ഒന്നും ക്വസ്റ്റ്യനിൽ പറയാത്തതുകൊണ്ട് നമ്മൾ എഴുതണ്ട. ഇനി മൂന്നാമത്തെ ചിത്രത്തിൽ ഇവിടെ എഴുതിയിട്ടില്ല, നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. എത്ര കിട്ടിയത്? 1/64 ഒരു ത്രികോണം. അങ്ങനത്തെ എത്ര ത്രികോണങ്ങളുണ്ട്? 1/64 27 ത്രികോണമുണ്ട്. അപ്പോൾ 1/64 ഗുണം 27 എന്ന് കിട്ടും. എത്രയുടെ കിട്ടുക? ഇവരെ മേലെ രണ്ടാളെയും ഗുണിക്കുക, 27/64. അപ്പോൾ അത് നേരെ താഴോട്ട് എഴുതിയാൽ മതി, 27/64. ഓക്കെ, ഇനി ഒരു സബ് ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, അതൊന്ന് നോക്കാം. ഇങ്ങനെ തുടർന്നാൽ കിട്ടുന്ന ഈ 3 ശ്രേണികളിലെയും ആദ്യ 5 സംഖ്യകൾ എഴുതുക. അപ്പോൾ നമുക്കിവിടെ 3 ടീമിനെ കിട്ടിയിട്ടുണ്ടല്ലേ. ആദ്യത്തെ ഏതായിരുന്നു? ചുവന്ന ത്രികോണങ്ങളുടെ എണ്ണം. രണ്ടാമത്തത് ഓരോ ചെറിയ ത്രികോണങ്ങളുടെയും പരപ്പളവ്. മൂന്നാമത്തത് ചുവന്ന ത്രികോണങ്ങളുടെ ആകെ പരപ്പളവ്. അപ്പോൾ ഇവരെയൊക്കെ ശ്രേണിയാക്കി എഴുതിയിട്ട് ആദ്യത്തെ 5 പദം എഴുതണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നേരെ നമുക്ക് എഴുതി നോക്കാം. നോക്കിക്കോ, നാലാമത്തെ ചോദ്യം. അതിൽ ആദ്യത്തെ ശ്രേണിയിൽ നമ്മൾ മേലെ നോക്കിയാൽ മനസ്സിലാവും 3, 9, 27 അങ്ങനെ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇനി അടുത്ത 2 പദങ്ങളും കൂടെ ആയാൽ 5 പദമായി. ഇവിടുത്തെ പ്രത്യേകത എന്താ നോക്കിക്കോ. 3 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം ഗുണിക്കണം 3 ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും എന്താണ്? 9നെ 3 കൊണ്ട് ഓടിച്ചിട്ടാണ് 27 കിട്ടിയത്. അപ്പോൾ അടുത്ത പദം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? 27നെ 3 കൊണ്ട് ഗുണിക്കേണ്ടി വരും. 27 ഗുണം 3 ഒന്ന് ചെയ്ത് നോക്കിയേ. 27 ഗുണം 3, 3 × 7 21 ആണ്. ബാക്കി 2 ഉണ്ട്. 3 × 2 6 ആണ്. 6 2 8, 81 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത പദത്തിന് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഈ 81നെ ഗുണം 3 ചെയ്യേണ്ടി വരും. അപ്പോൾ 81 ഗുണം 3 അതും നമുക്ക് വർക്കിംഗ് കോളത്ത് ചെയ്യാം. 81 ഗുണം 3, 3 × 1 3, 8 × 3 8 × 3
24. അപ്പോൾ 243 എന്നാണ് കിട്ടുക. 243. അപ്പോൾ ആദ്യത്തെ ശ്രേണിയിൽ 5 പദങ്ങളായി. ഇനി ഇതിനെ വേണമെങ്കിൽ വേറെ രീതിയിലും കൊണ്ട് ചിന്തിക്കാം കേട്ടോ. ഇവിടെ 3/1 അതാണ് 3 എന്ന് പറഞ്ഞാൽ. 3/2 ആണ് 9. 3/3 27. അപ്പോൾ ഇവിടെ വരേണ്ടത് എന്തായിരിക്കും? 3/4 ആയിരിക്കണം. ഇവിടെ എന്തായിരിക്കണം? 3/5 ആയിരിക്കണം. അടുത്തത് 3/6 ആയിരിക്കണം. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചിന്തിക്കാം. ഇനി രണ്ടാമത്തെ ശ്രേണി എങ്ങനെയായിരുന്നു? 1/4 ആദ്യത്തെ ആൾ. 1/4. രണ്ടാമത്തത് 1/16. മൂന്നാമത്തത് 1/64. ഇനി അടുത്ത രണ്ടാളുകളെ നമ്മൾ കണ്ടുപിടിക്കണം. ഒരു 2 ഡാഷ് ഇവിടെ ഇട്ടേക്കാം. ഇവിടെ ഉള്ള ആളെയും നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ടെക്നിക്ക് വരുന്നത്? മേലെ എല്ലായിടത്തും 1 തന്നെയല്ലേ. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ആൻസറിൽ എന്തായിരിക്കും? മേലെ 1 തന്നെയായിരിക്കും. 1/1 തന്നെയായിരിക്കും. അങ്ങനെ തന്നെ കിടക്കട്ടെ. ബാക്കിയുള്ള ആളുകളെ കണ്ടുപിടിച്ചാൽ മതിയല്ലോ. നോക്കിക്കോ, 4. ഈ 4 ഇവിടേക്ക് വരുമ്പോൾ 16 ആവുക എന്ന് പറഞ്ഞാൽ 4 കൊണ്ടാണ് ഗുണിച്ചത്. വീണ്ടും 16നെ 4 കൊണ്ട് ഗുണിച്ചപ്പം 64. അങ്ങനെയാണെങ്കിൽ അടുത്ത ആളെ കിട്ടണമെങ്കിൽ 64 എന്തുകൊണ്ട് ഗുണിക്കേണ്ടി വരും? 4 കൊണ്ട് ഗുണിക്കേണ്ടി വരും. ഗുണിച്ച് നോക്കിയേ. 64 ഗുണം 4. 4 16. ബാക്കി 1 ഉണ്ട്. 6 × 4 24. 24 1 25. 256 എന്നാണ് കിട്ടുക. അപ്പം 1/256 നാലാമത്തെ പദം. ഇനി അഞ്ചാമത്തെ പദം കിട്ടണമെങ്കിലോ? ഇവിടെ 256 നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട് ഗുണിക്കണം. ഗുണിച്ച് നോക്കാം. 256 ഗുണം 4. 6 × 4 24. ബാക്കി 2. 5 × 4 20. 20 2 22. വീണ്ടും 2. 2 × 4 8. 8 2 10. 1024 എന്നാണ് കിട്ടുക. അപ്പം ഇതിലും 5 പദങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി മൂന്നാമത്തെ ശ്രേണി എന്ന് പറഞ്ഞാൽ ദാ ഈ കാണുന്ന ആളുകളുടെ ശ്രേണിയാണ്. അതേപോലെ അങ്ങനെ ആദ്യത്തെ 3 പദം നമുക്ക് എഴുതി വെക്കാം. 3/4, 9/16, 27/64. ഇനി അടുത്ത 2 ആളുകളെ നമ്മൾ കണ്ടുപിടിക്കണം. ഞാൻ തൽക്കാലം ഇവിടുത്തെ ബൈ എന്നുള്ളടത്ത് മാത്രം 2 വരെ ഇട്ടു. അപ്പോൾ ഇവിടുത്തെ ഒരു ടെക്നിക്ക് നോക്കി. മേലത്തെ ശ്രേണിയിലെ 3, അതേ 3. 9, 9, 27, 27. അപ്പം ഇനി അടുത്ത 81 241 അല്ലേ. അപ്പം 81 243. ഇനി താഴത്തെ ഛേദം നോക്ക്. 4, 4, 16, 16, 64, 64. അപ്പോൾ ഇനി 256 1024. 256 1024 എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. നമുക്ക് ആകെ ചുവന്ന ത്രികോണങ്ങളുടെ എണ്ണം. ഇതൊരു ചുവന്ന ത്രികോണത്തിൻ്റെ പരപ്പളവ്. ഈ 2 ആളെയും ഗുണിച്ചിട്ടല്ലേ ഇവനെ കിട്ടിയത്. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സബ് ഹെഡിങ്ങിൻ്റെ അണ്ടറിലുള്ള എല്ലാ ചോദ്യങ്ങളുടെയും ആൻസറായി. നമുക്ക് മറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം.